ഈ SSLC ക്ലാസ് തുടങ്ങിയ അന്ന് മുതൽ എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമാണ്, മാഷേ സോഷ്യൽ സയൻസ് എത്രത്തോളം പഠിക്കാണ്ട്, ഓണം എക്സാമിന് ഏതൊക്കെ വരെ പോർഷൻസ് ഉണ്ട്, എങ്ങനെ പഠിച്ചാലാണ് MA കിട്ടുക, ജോഗ്രഫിയാണോ ഹിസ്റ്ററിയാണോ ടഫ്, ഏതാ കുറേ പഠിക്കാനുള്ളത്, ഒരുപാട് കാലമായിട്ട് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഫസൽ സാർ ഈ വീഡിയോ ആയിട്ട് വന്നത്. അവസാനം വരെ കാണണം, കട്ടക്ക് കൂടെ നിൽക്കണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വേഗം പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് അടിച്ചോ, മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ SS1 എടുക്കാം. SS1 ആണ് ചുരുക്കി പറഞ്ഞാൽ കുറച്ച് പണിയുള്ളത്. പണി എന്ന് വെച്ചാൽ 4 ചാപ്റ്റർ പഠിക്കാണ്ട്, ഓണം പരീക്ഷയ്ക്ക് 4 പാഠങ്ങൾ പഠിക്കാണ്ട്, 1, 2, 3, 4 നമ്മുടെ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. നമ്മുടെ വിപ്ലവങ്ങൾ, ഫ്രഞ്ച് വിപ്ലവം, അതുപോലെ അമേരിക്കൻ വിപ്ലവം, ചൈനീസ് വിപ്ലവങ്ങൾ, ആ ഒരു പാഠമുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് പഠിക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ വേൾഡ് ഇൻ 20th സെഞ്ചുറി, ലോകം 20ാം നൂറ്റാണ്ട്, ഓക്കെ പഠിക്കണം. ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മതിയാവും. അതിനുശേഷം വരുന്ന പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ നന്നായിട്ട് നോക്കണം. അവസാനം നമുക്കൊരു കൺഫ്യൂഷൻ ഉള്ളത് 4ാമത്തെ ചാപ്റ്ററിൻ്റെ കേസിലാണ്. എന്തായാലും അത് ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അതിന് പകുതി വരെ ഉണ്ടായിരിക്കും. അത് നിർബന്ധമായിട്ട് പഠിക്കണം. സിലബസ് പ്രകാരം നമുക്ക് കിട്ടിയ പാനർ പ്രകാരം 4ാമത്തെ ചാപ്റ്റർ പൂർണ്ണമായിട്ടുണ്ട്. ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ, നമ്മുടെ ബ്രിട്ടീഷ് ചൂഷണം ചെറുത്ത് നിൽക്കും, ആ ഒരു ചാപ്റ്ററിലെ 4ാം അതുണ്ട്. അപ്പം 4 ചാപ്റ്റേഴ്സ് ഉള്ള ഹിസ്റ്ററിയാണ് കൊമ്പൻ. SS1 പണി നമുക്ക് കൂടുതലുള്ളത്. അപ്പോൾ സാറേ നമ്മുടെ SS2 നമ്മുടെ സ്വന്തം സാധനത്തിൻ്റെ അവസ്ഥ എന്താ? അച്ഛൽ സാറിൻ്റെ അവിടെ വെച്ചിട്ടാണ് നമുക്ക് SS2 എടുക്കാം. അതിൻ്റെ അവസ്ഥ എന്താ? ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് സിമ്പിളാണ്, ഒരു പണിയില്ല. നമ്മുടെ സീസൺസ് ആൻഡ് ടൈമും, അതുപോലെ നമ്മുടെ വിൻഡ്, ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ്, ഋതുഭേദങ്ങൾ, കാറ്റ്, അതുപോലെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ. വളരെ എളുപ്പമുള്ള 3 ചാപ്റ്റേഴ്സ്. ഈ 7 ചാപ്റ്റേഴ്സാണ്, പാഠങ്ങളാണ് നമുക്ക് SLCയുടെ ഈ ഓണപരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനുള്ളത്. ഫസൽ സാർ ഇപ്പോൾ പറഞ്ഞ ഈ 7 ചാപ്റ്റേഴ്സിന് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫൈനൽ എക്സാം, SLCയുടെ മെയിൻ എക്സാമിൽ, ആ എക്സാമിന് ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദ്യം വരുന്നത്, അല്ലെങ്കിൽ essay ചോദ്യങ്ങൾ വരെ വരുന്ന ചാപ്റ്റേഴ്സാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഇത് പഠിക്കേണ്ട ഒരാൾക്കും SLCക്ക് A+ നമ്മൾ പ്രതീക്ഷിക്കേണ്ട, കയ്യിൽ നിന്ന് പോയി പോകും. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനും. ഇപ്പോഴേ പഠിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ആ സമയത്ത് എളുപ്പമായിട്ട് മാറും. ഇതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞ കാര്യങ്ങളാണ്. സോ നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറിച്ചിട്ടോ ഫുൾ മാർക്കിനെ കുറിച്ചിട്ടോ A+നെ കുറിച്ചോ ഒരു ടെൻഷനും വേണ്ട. നിങ്ങളുടെ കൂടെ ഏകനുണ്ടായിരിക്കും. ഏകൻ്റെ 1 ഷോട്ട് റിവിഷൻസും ക്ലാസ്സുകളൊന്നും ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരിലേക്കും എത്തിക്കണം. താങ്ക് യു, ബൈ. ഇനിയും കാണാം.